Hi, now we are going to learn about keyword match types. എന്താണ് കീവേഡ് മാച്ച് ടൈപ്സ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് കീവേഡ് മാച്ച് ടൈപ്സ് ആണ് ഉള്ളത്? അപ്പോൾ ഈ കീവേഡ് മാച്ച് ടൈപ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ഒരു സെർച്ച് ആഡ് അല്ലെങ്കിൽ നമ്മുടെ എന്ത് ടൈപ്പ് ഓഫ് ഗൂഗിൾ ആഡ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഈ കീവേഡ് മാച്ച് ടൈപ്സിനനുസരിച്ചിരിക്കും ബാക്കി കുറേ പാരാമീറ്റേഴ്സ്. നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ മാച്ച് ടൈപ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണ്, കൃത്യമായിട്ടുള്ള കീവേഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആഡിൻ്റെ ഓവറോൾ ക്വാളിറ്റി സ്കോർ കൂടും, നമ്മുടെ ആഡ് അക്കൗണ്ടിൻ്റെ ക്വാളിറ്റി സ്കോർ കൂടും. അതുവഴി നമുക്ക് റിസൾട്ട്സ്, നമ്മുടെ ആഡ് സ്പെൻഡ് കുറയും, നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് ഭയങ്കരമായിട്ടും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു മൈ സ്ക്രീൻ ആൻഡ് ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് വാട്ട് is keyword match types. What are the keyword match types? So keyword match types ൽ ഫസ്റ്റ് വരുന്നത് ബ്രോഡ് മാച്ച് കീവേഡ്സ് എന്നാണ്. എന്താണ് ബ്രോഡ് മാച്ച് കീവേഡ്സ്? നിങ്ങൾക്ക് ബ്രോഡ് മാച്ച്, ഫ്രേസ് മാച്ച്, എക്സാക്ട് മാച്ച്, അങ്ങനെ 3 ഡിഫറെൻറ്റ് മാച്ച് ആണ് ഉള്ളത്. സോ ബ്രോഡ് മാച്ച് കീവേഡ്സ് എന്താണ്? സോ ഇറ്റ് അലൗസ് യുവർ ആഡ് ടു ഷോ ഓൺ സെർച്ചസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ മീനിങ് ഓഫ് യുവർ കീവേഡ് വിച്ച് ക്യാൻ ഇൻക്ലൂഡ് സെർച്ചസ് ദാറ്റ് ഡോണ്ട് കണ്ടെയ്ൻ ദ കീവേഡ് ടേംസ്. അതായത് നമുക്കൊരു എക്സാമ്പിൾ സ്ക്രീനിൽ കാണാം. ബ്രോഡ് മാച്ച് നമ്മൾ ലോ കാർബ് ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാർബ് ഫ്രീ ഫുഡ്സ് എന്ന് പറഞ്ഞ സെർച്ചിൽ വരും, ലോ കാർബ് ഡയറ്റ്സിൽ സെർച്ച് വരും, മെഡിറ്റേറിയൻ ഡയറ്റ് ബുക്സ് എന്ന് പറഞ്ഞ സെർച്ച് വരും, ഹൗ ടു കട്ട് കാപ്സ് ഫോർ ബിഗിനേഴ്സ്, കാർബ് ഫ്രീ മീൽസ്. അങ്ങനെ ഭയങ്കരമായിട്ടും ബ്രോഡ് ആയിട്ടുള്ള ഒരു സെർച്ചിലോട്ടാണ് പോകുന്നത് അല്ലെ. നമ്മുടെ ആഡ്സ് ഈ ഒരു ബ്രോഡ് ആയിട്ടുള്ള സെർച്ചിലോട്ടൊക്കെ നമ്മുടെ ആഡ്സ് വിസിബിൾ ആവും. സോ ബ്രോഡ് മാച്ച് കീവേഡ്സ് നമ്മൾ ഇനീഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്നത് മാക്സിമം ആളുകളിലോട്ട് നമ്മുടെ കീവേഡ്സ്, നമ്മുടെ ആഡ്സ് എത്താനും നമുക്കൊരു അത്യാവശ്യം നല്ലപോലെ ഒരു ആഡ് സ്പെൻഡ് ഇനീഷ്യലി ഉണ്ടെങ്കിൽ നമുക്ക് ബ്രോഡ് മാച്ച് കീവേഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ ബ്രോഡ് മാച്ച് കീവേഡ്സിന് കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. സോ വാട്ട് ഈസ് ബ്രോഡ് മാച്ച് കീവേഡ്സ്? ഇറ്റ് അലൗസ് യുവർ ആഡ് ടു ഷോ ഓൺ സെർച്ചസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ മീനിങ് ഓഫ് യുവർ കീവേഡ്. അപ്പൊ കീവേഡിന്റെ മീനിങ്ങിനനുസരിച്ചായിട്ടുള്ള റിലേറ്റഡ് സെർച്ചിലോട്ടാണ് നമ്മുടെ ആഡ്സ് കാണിക്കുന്നത്. സോ ഈ നമുക്ക് പിന്നെയുള്ള 2 ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രേസ് മാച്ചും എക്സാക്ട് മാച്ചും ആണ്. അപ്പോൾ ഫ്രേസ് മാച്ചും എക്സാക്ട് മാച്ചിനെ കമ്പയർ ചെയ്ത് നമുക്ക് ബ്രോഡ് മാച്ചിന് അത്യാവശ്യം നല്ല പോലെ ഓഡിയൻസിലോട്ട് എത്തിക്കാം. നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ കണ്ടതുപോലെ തന്നെ അതിന് സിമിലർ ആയിട്ടുള്ള ഏതൊരു സെർച്ച് ടേംസിനും നമ്മുടെ ആഡ് ട്രിഗർ ആവും, നമ്മുടെ ആഡ് ഷോ അപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹൗ ക്യാൻ ബ്രോഡ് മാച്ച് കീവേഡ്സ് ഗോ റോങ്? ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമുക്കുള്ളത്. നമ്മൾ കാറ്റ് ടെസ്റ്റിനെ കുറിച്ചാണ് സെർച്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ കാറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു കാറ്റ് ടെസ്റ്റ് ആസ്പിറന്റ് ആണ് കാറ്റ് ടെസ്റ്റിനെ കുറിച്ച് അല്ലെ. കാറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ ആ കാറ്റ് ടെസ്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുവാണ്. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസ് നമ്മൾ എങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാം? ഇപ്പൊ കാറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം, കാറ്റ് ടെസ്റ്റ് 2019 എന്ന് സെർച്ച് ചെയ്യാം, കാറ്റ് ടെസ്റ്റ് സീരീസ് എന്ന് സെർച്ച് ചെയ്യാം, കാറ്റ് ടെസ്റ്റ് പേപ്പേഴ്സ് എന്നും സെർച്ച് ചെയ്യാം അല്ലെ. അപ്പൊ ഇതൊക്കെ സെർച്ചസ് ആണ്. അപ്പൊ ഇത് നമ്മൾ ബ്രോഡ് മാച്ചിലാണ് ഇടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ചാൻസസ് ഉണ്ട് വരാനെന്ന് നോക്കാം. സോ ലെറ്റ്സ് സീ. നോക്കുക അല്ലെ, കാറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാറ്റ് ബ്ലഡ് ടെസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ടോ? ഉണ്ട്. കാറ്റ് ആൻഡ് ഫോർ നമ്മൾ എന്താ പറഞ്ഞത്, സിമിലർ അല്ലെങ്കിൽ സെയിം മീനിങ് ആയിട്ടുള്ള സെർച്ച് ടേംസിന് ഈ ഒരു ആഡ് ട്രിഗർ ആവും അല്ലെ. അപ്പോൾ കാറ്റ് ബ്ലഡ് ടെസ്റ്റിന് വരാം, കാറ്റ് യൂറിൻ ടെസ്റ്റിന് വരാം അല്ലെ. അപ്പൊ അങ്ങനെ കാറ്റ് എന്ന് പറഞ്ഞ കൃത്യമായിട്ടുള്ള മീനിങ് നമുക്ക് വേണ്ടിയിരുന്നത് എന്താണ്? കാറ്റ് എക്സാമിനെ കുറിച്ചാണ് വേണ്ടിയിരുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ബ്രോഡ് മാച്ച് ഇട്ടത് കൊണ്ട് വാട്ട് ഹാപ്പൻഡ്, നമുക്ക് കാറ്റ് ടെസ്റ്റ്, അതായത് കാറ്റ് എന്ന് പറഞ്ഞ ആനിമലിന്റെ കാറ്റ് ബ്ലഡ് ടെസ്റ്റ്, കാറ്റ് യൂറിൻ ടെസ്റ്റ്, അതിന്റെ സെർച്ചസിൽ നമ്മുടെ ആഡ്സ് വന്നു. അത് ശരിക്കും റെലവെന്റ് ആണോ അല്ലെ? കാറ്റ് ബ്ലഡ് ടെസ്റ്റ് സെർച്ച് ചെയ്ത ഒരു ഓഡിയൻസ് അല്ലെ, ഒരു യൂസർ നമ്മുടെ കാറ്റ് എക്സാമിന്റെ ഒരു ആഡ് കാണുകയാണെങ്കിൽ എന്ത് മോശമായിരിക്കും? ഗൂഗിൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ക്വാളിറ്റി സ്കോർ ഭയങ്കരമായിട്ടും ഡിക്രീസ് ആവും, നമ്മുടെ ആഡ് പതിയെ പുറകിലോട്ട് വരും, നമുക്ക് സ്പെൻഡ് ഭയങ്കരമായിട്ടും കൂടും, അറ്റ് ദ വെരി എൻഡ് നമുക്ക് വേണ്ട റിസൾട്ട് ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ബ്രോഡ് മാച്ച് ഉള്ള ഈ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അതിന് നമുക്ക് തന്നിരിക്കുന്ന വേറൊരു പവർഫുൾ ഓപ്ഷനാണ് ആഡിങ് നെഗറ്റീവ് കീവേഡ്സ്. അതിന് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ബൈ ഡിഫോൾട്ട് നമ്മുടെ കീവേഡ്സ് കൊടുക്കുന്നതൊക്കെ ബ്രോഡ് മാച്ചിലോട്ട് തന്നെ പോകും. നമുക്ക് ഫ്രേസ് മാച്ച് ആൻഡ് എക്സാക്ട് മാച്ചിലോട്ട് പോകുന്നെങ്കിൽ അതിൽ നമ്മൾ ഒരു ചെറിയ ക്യാരക്ടേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അത് നമ്മൾ ഫ്രേസ് മാച്ച് ആൻഡ് എക്സാക്ട് മാച്ച് പഠിക്കുമ്പോൾ എന്ത് ക്യാരക്ടേഴ്സ് ആണ് മുന്നിലും പിന്നിലും ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ എന്താണ് നെഗറ്റീവ് കീവേഡ്സ്? അപ്പോൾ നെഗറ്റീവ് കീവേഡ്സ് എന്ന് പറയുന്നത്
നമുക്ക് നമ്മുടെ അഡ്വർടൈസ്മെന്റ് ട്രിഗർ ആകരുത് എന്ന് ഉറപ്പുള്ള കീവേഡ്സ് ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മളെ എക്സാമ്പിളിലെ പോലെ കാറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കാറ്റ് ബ്ലഡ് ടെസ്റ്റിൽ ഒരിക്കലും നമ്മുടെ ആഡ് ട്രിഗർ ആകരുത് അല്ലെ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊരു ടൈപ്പ് ഓഫ് കീവേഡ്സിനാണ്, ഏതൊരു ടൈപ്പ് ഓഫ് സെർച്ച് ടേംസിനാണ് നമുക്ക് ഈ പറഞ്ഞ നെഗറ്റീവ് കീവേഡ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാവും അല്ലെ. അതേപോലെ തന്നെ ചില ഇറലവൻ്റ് ആയിട്ടുള്ള ക്ലിക്ക് വരാൻ ചാൻസ് ഉള്ള കീവേഡ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ വി പാസ് ഫോർ കാറ്റ് എക്സാം, നമ്മൾ കാറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ കാറ്റ് ടെസ്റ്റ് ആസ്പിറൻസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുക്കുന്ന നമ്മുടെ വെബ്സൈറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലെ, കാറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ, കാറ്റ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ടാക്കിൾ ചെയ്യാം, അത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എഴുതിയെടുക്കുക, അങ്ങനെയുള്ള കോണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്യാൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ ഹൗ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ടൈപ്പ് ഓഫ് ടേംസ് നമ്മുടെ കീവേഡ്സിൽ വരാണ്ടിരിക്കാൻ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നെഗറ്റീവ് കീവേഡ്സ് നമുക്ക് എന്താണോ യൂസറിന്റെ സെർച്ച് ഇൻറ്റന്റ് എന്ന് മനസ്സിലാക്കി ഏതൊക്കെ ഇന്റന്റിലുള്ള യൂസേഴ്സിന്റെ അടുത്തോട്ട് നമ്മുടെ കീവേഡ്സ്, നമ്മുടെ ആഡ്സ് ചെല്ലരുത് എന്ന് മനസ്സിലാക്കി നമുക്ക് നെഗറ്റീവ് കീവേഡ്സ് ആഡ് ചെയ്യാം. അതേപോലെ ഇനീഷ്യലി ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് വൺസ് ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെർച്ച് ടേംസ് വിസിബിൾ ആകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള സെർച്ച് ടേം ഏതൊക്കെ സെർച്ച് ടേംസിനാണ്, കീവേഡ്സിനല്ല, ആ യൂസേഴ്സ് സെർച്ച് ചെയ്ത ടേംസിനാണ് നമ്മുടെ ആഡ് വിസിബിൾ ആയത്. അതിൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ സെർച്ച് ടേംസിനാണ് നമ്മുടെ ആഡ് വിസിബിൾ ആയിട്ടുള്ളത്, പെർഫോം ആയിട്ടുള്ളത്, എത്ര ക്ലിക്സ് വന്നെന്നൊക്കെ. അതിൽ നിന്നും നമുക്ക് നെഗറ്റീവ് കീവേഡ്സ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നെഗറ്റീവ് കീവേഡ്സ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ഓപ്ഷൻ ആണ്. ഈ ഒരു ഓപ്ഷൻ കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആഡ് ഒപ്റ്റിമൈസേഷൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. നൗ നെക്സ്റ്റ് ലെറ്റ്സ് ലേൺ അബൌട്ട് ഫ്രേസ് മാച്ച്. അപ്പോൾ ഫ്രേസ് മാച്ച് എന്ന് പറയുന്നത് എന്താണ്? ഫ്രേസ് അല്ലെ, ഫ്രേസ് എന്ന് പറഞ്ഞാൽ ആഡ്സ് മേ ഷോൺ സെർച്ചസ് ദാറ്റ് ഇൻക്ലൂഡ് ദ മീനിങ് ഓഫ് യുവർ കീവേഡ്. അതായത് കീവേഡിന്റെ മീനിങ് സിമിലർ ആയിട്ടുള്ള ആ ഒരു മീനിങ് ഉള്ള ഒരു സെർച്ചസിന് നമുക്ക് നമ്മുടെ ആഡ് ട്രിഗർ ആവും. അപ്പോൾ എക്സാമ്പിൾസ് ഉണ്ട്, ജസ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ടെന്നീസ് ഷൂസ്. അപ്പോൾ ടെന്നീസ് ഷൂസിന് എന്തിനൊക്കെ, ടെന്നീസ് ഷൂസ് എന്ന് പറഞ്ഞൊരു കീവേഡ് നമ്മൾ ഫ്രേസ് മാച്ചിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തിനൊക്കെ വിസിബിൾ ആവും. ഷൂസ് ഫോർ ടെന്നീസ് അല്ലെ, എക്സാക്ട് മീനിങ് ആണ്. നൗ ബൈ ടെന്നീസ് ഷൂസ് ഓൺ സെയിൽ അല്ലെ, ടെന്നീസ് ഷൂസ് ഓൺ സെയിൽ. അപ്പോൾ അതും ഗൂഗിളിന്റെ AI ഡിറ്റക്ട് ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഗൂഗിളിന്റെ ആഡ് ബോർഡിന് മനസ്സിലാവും നമ്മുടെ ആഡിന് ഈ ഒരു കീവേഡ് ടെന്നീസ് ഷൂസ് എന്ന് പറഞ്ഞ കീവേഡിന് സിമിലർ ആയിട്ടുള്ള മീനിങ് ഉള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ സെർച്ച്. റെഡ് ടെന്നീസ് ഷൂസ്, അതിലും എന്താണ് സെയിം മീനിങ് ആണ്. കംഫർട്ടബിൾ ടെന്നീസ് സ്നീക്കർ, അതിനും ഏകദേശം സിമിലർ മീനിങ് ആണ് അല്ലെ. അപ്പൊ ഏതിനൊക്കെ ആഡ്സ് കാണിക്കില്ല? ടെന്നീസ് സ്റ്റോർ അല്ലെ, ടെന്നീസ് ഷൂസ് സെർച്ച് ചെയ്യുന്ന പോലെയാണോ ടെന്നീസ് സ്റ്റോർ സെർച്ച് ചെയ്യുന്നത്? അല്ല. ഷോപ്പ് ഫോർ സ്നീക്കേഴ്സ്, അതും ഡിഫറെന്റ് ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഫ്രേസ് മാച്ച് എന്താന്ന്. നൗ നമുക്ക് എന്താണ് എക്സാക്ട് മാച്ച് എന്ന് നോക്കാം. അപ്പോൾ ഫ്രേസ് മാച്ച് കാണിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ബൈ ഡിഫോൾട്ട് നമ്മൾ ചുമ്മാ കീവേഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് ബ്രോഡ് മാച്ചും, കുറച്ച് എന്തോ ഒരു ക്യാരക്ടേഴ്സ് ഒരു സിൻടാക്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രേസ് മാച്ചും ആകും. അപ്പോൾ ഇതിനെന്താണ്, നമുക്ക് രണ്ട് ഇൻവേർട്ടഡ് കോളം നമുക്ക് കാണാം. അപ്പോൾ ടെന്നീസ് ഷൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ഫ്രേസ് മാച്ച് ആയിട്ട് ആഡ് ചെയ്യാൻ കാര്യം എന്താണ്, നമ്മൾ ഫ്രണ്ടിലും അതായത് ആ ഒരു കീവേഡിന്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും നമ്മൾ ഈ ഒരു സിമ്പിൾ ഇൻക്ലൂഡ് ചെയ്തു. സോ ഗൂഗിളിന് മനസ്സിലായി ഇതൊരു ഫ്രേസ് മാച്ച് കീവേഡ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫ്രേസ് മാച്ച് ആണോ, എക്സാക്ട് മാച്ച് ആണോ, ബ്രോഡ് മാച്ച് ആണോ എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഗൂഗിളിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓരോ കീവേഡ് കാണുന്ന ടൈമിൽ നമുക്ക് ആഡിൽ ചെന്നാൽ നമുക്ക് ആഡ് ഗ്രൂപ്പിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കീവേഡ്സ് കാണാം. അതിൽ നിന്ന് തന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആഡ്സ് വൺസ് റൺ ചെയ്യുമ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് ലെറ്റ്സ് ലേൺ അബൌട്ട് വാട്ട് ഈസ് എക്സാക്ട് മാച്ച്. അപ്പോൾ എക്സാക്ട് മാച്ച് എന്ന് പറഞ്ഞാൽ പേര് അല്ലെ, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ആഡ് ഷോ അപ്പ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ, ആഡ്സ് മേ ഷോ ഓൺ സെർച്ചസ് ദാറ്റ് ഹാവ് ദി സെയിം മീനിങ് ഓർ സെയിം ഇൻറ്റന്റ്. അപ്പോൾ ഈ ഇൻറ്റന്റ് അല്ലെ, യൂസറിന്റെ ഇൻറ്റന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്, അവർക്ക് ഇപ്പൊ ഇമീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണോ, അതോ പ്രൊഡക്റ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യാണോ, അല്ലെ സർവീസിനെ കുറിച്ച് റിസർച്ച് ചെയ്യാണോ, അതോ നമുക്ക് അവരുടെ ഒരു പർച്ചേസ്, അവർ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു
ചെറിയൊരു ഐഡിയ നമുക്ക് ഈ യൂസേഴ്സിന്റെ ഇന്റന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതായത് സെർച്ച് ടേംസ് അല്ലെങ്കിൽ കീവേഡ്സ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ കീവേഡ്സ് റിസർച്ച് ചെയ്യുന്ന ടൈമിൽ എന്താണ് യൂസേഴ്സിന്റെ ഇന്റന്റ് വരാൻ, അതായത് നമുക്ക് ഇമ്മീഡിയറ്റ് പർച്ചേസ് കിട്ടാൻ ചാൻസ് ഉള്ള കീവേഡ്സ് ഏതൊക്കെയാണെന്ന് ഗ്രൂപ്പിംഗ് ടൈമിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്തു അല്ലേ, കാറ്റ് ടെസ്റ്റ് 2024, അതായത് 2024 കാറ്റ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും കാറ്റ് ടെസ്റ്റ് 2024 സെർച്ച് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെർച്ച് ചെയ്യുന്നത് കാറ്റിന്റെ, അതും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സെർച്ച് ഇന്റന്റ് വെച്ച് നമുക്ക് എന്താണ് നമ്മുടെ യൂസേഴ്സിന്റെ ഇന്റന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ കീവേഡ്സ് വെച്ച് അല്ലെങ്കിൽ സെർച്ച് ടേംസ് വെച്ച് നമുക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് നമുക്ക് ഗ്രൂപ്പിംഗ് എളുപ്പമാവും. സോ ഇൻ എക്സാക്ട് മാച്ച് നമ്മൾ എന്താ പറഞ്ഞത്, സെയിം മീനിങ് അല്ലെങ്കിൽ സെയിം ഇന്റന്റ്. അപ്പോൾ കാറ്റ് ടെസ്റ്റ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നവർക്ക് നമ്മുടെ ആഡ് എങ്ങനെയാണ് ഷോ അപ്പ് ചെയ്യുന്നത്, കാറ്റ് ടെസ്റ്റ് പേപ്പർ എന്താണോ അതിനനുസരിച്ചാണ് ഷോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ സെയിം മീനിങ് കാറ്റ് ടെസ്റ്റ് പേപ്പേഴ്സ്, അതായത് എന്താണ് എക്സാക്ട് മാച്ച് എന്ന് കാണിക്കുന്നത്, നമ്മുടെ കാറ്റ് ടെസ്റ്റ് പേപ്പേഴ്സ് എന്ന് സെർച്ച് ചെയ്യുന്നവരിലോട്ടാണ് നമ്മുടെ ഈ എക്സാക്ട് മാച്ച് ആയിട്ടുള്ള സെർച്ച് ടേം എത്തുന്നത്. അതിന് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കീവേഡ്സിന് ഇനീഷ്യലി നമ്മൾ എന്ത് യൂസ് ചെയ്യണം, സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യണം. അതായത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട് മാച്ച് ആയിട്ട് നമ്മുടെ ഗൂഗിൾ ആഡ്സിന് മനസ്സിലാവും. ഓക്കെ, നൗ വി ഹാവ് ലേൺഡ് അബൌട്ട് വാട്ട് ആർ കീവേഡ് മാച്ച് ടൈപ്സ്. കീവേഡ് മാച്ച് ടൈപ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ബ്രോഡ് മാച്ച് പഠിച്ചു, ഫേസ് മാച്ച് പഠിച്ചു, എക്സാക്ട് മാച്ച് പഠിച്ചു.